കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ സഞ്ചരിച്ച ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന് കാരണം സംശയരോഗമെന്ന് എഫ്ഐആർ. അനിലയും ബേക്കറി ബിസിനസ് പങ്കാളിയുമായി യുവാവും തമ്മിലുള്ള സൗഹൃദത്തിലെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനം. ഇന്നലെ രാത്രി അനിലയും ബേക്കറി ജീവനക്കാരനും കാറിൽ സഞ്ചരിക്കവേ പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, എന്താണ് സംഭവിച്ചതെന്ന് എഫ്ഐആർ പറയുന്നു? കഴിഞ്ഞ ദിവസം രാത്രി 8:30 ഈ ചെമ്മാമുക്കിൽ കാറിൽ എത്തിയ ഈ അനിലയും അതോടൊപ്പം തന്നെ ബേക്കറിയിലെ ജീവനക്കാരനെയും ഭർത്താവ് പത്മരാജൻ ഉമിനി വാൻ കൊണ്ട് ചേർത്ത് നിർത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ തീ പടരുന്നതും തുടർന്ന് നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇവരെ, അതായത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരനെ അടക്കം രക്ഷപ്പെടുത്തിയത്. എന്നാൽ അനിലയ്ക്ക് ശരീരമാസനം പൊള്ളലേറ്റിരുന്നോ ഉടൻ തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ തന്നെ ഈ ഭർത്താവായിട്ടുള്ള പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം, അതായത് ഈ പ്രതി പത്മരാജൻ ഭാര്യയെ സംശയിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഭാര്യ അനില കൊല്ലം നഗരത്തിലെ തന്നെ ഒരു ബേക്കറി ഉടമ കൂടിയായിരുന്നു. പാർട്ട്ണർഷിപ്പിലായിരുന്നു ഈ ബേക്കറി നടത്തിയിരുന്നത്. അതേസമയം തന്നെ ഈ പാർട്ട്ണറായിട്ടുള്ള മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി, അതായത് ഈ സംശയിക്കുന്ന ആളുമായി ഈ ഭർത്താവ് പത്മരാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിൽ പത്മരാജൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്, അതായത് ഈ ബേക്കറിയിൽ ഉടമയായിട്ടുള്ള മറ്റൊരാൾ ഈ പത്മരാജനെ ഭാര്യയുടെ മുന്നിലിട്ട് തന്നെ മർദ്ദിച്ചു. എന്നാൽ അതിനെ ഭാര്യ ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ ഈ അനില വാടക വീട്ടിലേക്ക് മാറിയിരുന്നു, എന്നാൽ സ്വന്തം വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള കാരണങ്ങളാണ് ഇതൊക്കെ ഈ പ്രതിയായിട്ടുള്ള പത്മരാജനും പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഫോറൻസിക് സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഈ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തും. ഈ നിലവിൽ ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഭർത്താവ് പത്മരാജൻ ഉള്ളത്. അനില കഴിഞ്ഞ ദിവസം തന്നെ അനിലയുടെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം ഈ പരിക്കേറ്റുള്ള, അതായത് രണ്ടുപേരെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ഭർത്താവ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അതായത് ഈ അനിലയും ഈ ബേക്കറി ഉടമ ആയിട്ടുള്ള മറ്റൊരാളും ചേർന്ന് ഇവർ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിലാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പാർട്ട്ണറായിട്ടുള്ള ആളെയും അനിലയുമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ വാഹനത്തിലുണ്ടായിരുന്നത് ബേക്കറിയിലെ ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ്. ജീവനക്കാരനും ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ചികിത്സയിലാണ് നിലവിലിപ്പോൾ. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ശരി മനോജ്.